അവൾ ആ മലഞ്ചെരുവിലെ തണൽമര ചുവട്ടിൽ വെറുതെ ഇരുന്ന് ഓരോന്നാലോചിച്ചു. ആലോചിച്ചതൊന്നും വെറുതെയല്ല, അതവളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളായിരുന്നു. കാലം, സമയം അതാർക്കും കാത്തു നിൽക്കാതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, വ്യതിചലനമില്ലാതെ. അവയിൽ നിന്നും ചാലുകീറി പല വഴിക്കൊഴുകുവാൻ പലരും ശ്രമം കൊള്ളുന്നു. ചിലർ തടസ്സപ്പെട്ടു, മറ്റു ചിലരെങ്ങോ ഒഴുകി മറഞ്ഞു. അവളാ കാലത്തിൻ്റെ വിധിയൊഴുക്കിലേക്കാണിറങ്ങിയത്. അതവളെ കൊണ്ടെത്തിച്ച ദൂരം അവൾ ഒരിക്കലും മറന്നിരുന്നതില്ല. കാലം മന്ദഹസിക്കുന്ന മാന്ത്രികനാണ്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും അവൻ മന്ദഹാസമുഖനായിരിക്കും. മാറ്റങ്ങളെപ്പോലും മറയാക്കുവാൻ ആ മാന്ത്രികൻ്റെ മന്ദഹാസമുഖത്തിനാകും. കാലം മൊഴിഞ്ഞതത്രേ, അവൻ പതിയെയാണ് സഞ്ചരിക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ നാം ആണോ വേഗതയാർന്ന സഞ്ചാരി? വേഗത അത് കാലത്തിന് മുൻപേ എത്തുവാനോ അതോ കാലത്തിനിപ്പുറം കണ്ടെത്തുവാനോ? ജീവിതയാനം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രയാണം കാലത്തിൻ കരം ചേർത്ത് പിടിച്ചുകൊണ്ടോ? കണ്ണുനീർ മുത്തുകൾ ഉതിർന്നിടവേ സത്യവും മിഥ്യയും വീണുടഞ്ഞോ? പടവുകൾ കെട്ടിവയ്ക്കേ കര കയറുവാൻ ഞാനാ പടവിൽ കയറി നിന്നു.